രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യസാധ്യത തള്ളാതെ കെപിസിസി അധ്യക്ഷൻ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റേതായ സമയത്തെടുക്കും. എല്ലാ നേതാക്കന്മാരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് പരിഗണിച്ച് ഉചിതമായ തീരുമാനം ആലോചന പൂർത്തിയായി തീരുമാനം എടുത്താൽ അപ്പോൾ നിങ്ങളെ ഔദ്യോഗികമായിട്ട് അറിയിക്കും. തക്ക സമയത്ത് തീരുമാനമെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യസാധ്യത തള്ളാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വളരെ ഗൗരവമേറിയ വിഷയമാണിത്. വൈകാതെ തന്നെ പാർട്ടി തീരുമാനം എല്ലാവരെയും അറിയിക്കും. താൻ പറയുന്നതിലെല്ലാം ഉണ്ടെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് ആ വിഷയമെന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി 24 മണിക്കൂറിനകം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ, ഉന്നതമായ നേതാക്കന്മാർ, പാർട്ടി നേതാക്കന്മാരെല്ലാം വളരെ ഗൗരവതരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പാർട്ടിയുടെ തീരുമാനമെന്ന് നിങ്ങളെ അറിയിക്കാം. KR സാജു വീണ്ടും ചേരുന്നു. സാജു, ഇതിൽ വൈകാതെ തീരുമാനമുണ്ടാകും, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നൊക്കെ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം അതിനി വെച്ച് താമസിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലതാവണോ? ചെന്നിത്തല പറയുന്നത് പോലെ വൈകും തോറും വഷളാകുന്ന, ഇല്ലെങ്കിൽ വളരെ മോശമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് കൂടിയല്ലേ കാണുന്നത്? തീർച്ചയായും ഇത് വൈകരുത് എന്ന നിലപാട് മുതിർന്ന നേതാക്കൾക്ക് അടക്കമുണ്ട്. കാരണം പുതിയ മാതൃകകൾ നിങ്ങൾ കാണിച്ചു എന്ന് വരണമെങ്കിൽ അത് വളരെ വേഗത്തിൽ ആ തീരുമാനം വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തീരുമാനം വൈകില്ല. പക്ഷേ ഇന്ന് സംസാരിച്ച ഒരു നേതാക്കളും രാജ്യസാധ്യതയെ തള്ളിക്കളയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിവരുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് സന്ദേശം. രാജിയിലേക്ക് തന്നെ പോകുന്നു കാര്യങ്ങൾ എന്നുകൂടി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെയും മറുപടി ഉണ്ടായിരുന്ന. അടൂർ പ്രകാശ് ആകട്ടെ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി തീരുമാനം എടുക്കും എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും ഉടൻ രാജി വേണമെന്ന രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ച VD സതീശന്റെയും ഒക്കെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുകയാണ് ഇവരും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ പുറത്തു വന്ന ഓഡിയോയിലെ ഗൗരവമായ സംഭാഷണങ്ങൾ, നേരത്തെ രാജി MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയൊന്നും ആവശ്യമില്ല, കേസോ കോടതി ഉത്തരവുകളോ ഒന്നുമില്ലല്ലോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്ന നേതാക്കളുടെ തന്നെ മനസ്സു മാറ്റുന്നതിലേക്ക് എത്തിയത്. അവർക്ക് മുന്നിലുള്ള ആകെയുള്ള തടസ്സം ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകൾ കൂടിയാണ്. അതുകൂടി ഉണ്ടാവില്ല എന്ന തരത്തിലേക്ക് നിയമോപദേശം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്ന നിലയിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ഈ തീരുമാനം മാറ്റിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടവും സ്വാഭാവികമായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ കൂടി കേൾക്കണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശ്രമം. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കുണ്ടായിരിക്കുന്ന നാണക്കേടിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം എന്ത് വിശദീകരണം നൽകിയാലും അതിനെ പൊതുസമൂഹത്തിൽ നിന്നും മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും അലട്ടുന്നത്. എന്തറിയിക്കാനാണെന്നുള്ളതാണ്. അതായത് ഇതിൽ ആകെ അറിയിക്കാനുള്ള കാര്യം ഈ അവന്തികയുടെ കാര്യത്തിൽ മാത്രമാണ്. ഒരു വിശദീകരണമോ ഇല്ലെങ്കിൽ അതിലൊരു ഈ പരാതിക്കാരി ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചയാളെ തിരിച്ചു പറയാൻ ഒരു സാധ്യത ഇല്ലെങ്കിൽ ഒരു ചാൻസ് രാഹുലിന് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ എന്ത് പറയാനാണ് ഈ വിഷയങ്ങളിൽ? അത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതിൽ എന്ത് വിശദീകരണം നൽകും രാഹുൽ എന്നുള്ളതാണ്. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് വിശദീകരിക്കാനുള്ളത് എന്ന് ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് നേതൃത്വത്തോട് പറയാനുള്ളത് എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കാരണം രാഹുൽ മാങ്കൂട്ടം ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴും അക്കാര്യത്തിലൊന്നും വിശദീകരണം നൽകാൻ തയ്യാറായിരുന്നില്ല. അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും വാർത്തകൾ നൽകുമ്പോൾ എന്നെ കേൾക്കണമെന്നുകൂടി പറഞ്ഞു വെക്കുക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം
ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണം ഓരോ വിഷയത്തിലും ഏതായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിരവധി ചാറ്റുകൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ നമ്മളോട് പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ലല്ലോ. ഈ ഓഡിയോ ഒക്കെ ഇപ്പോ നിർമ്മിക്കാവുന്ന കാലമല്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ നേതൃത്വത്തോട്. അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫോറൻസിക് പരിശോധന അടക്കമുള്ളത് ഈ നാട്ടിൽ ലഭ്യമായ കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റും. പക്ഷെ കേസില്ലാത്തതിനാൽ അത്തരം നിയമപരമായ നടപടികളിലൂടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കടന്നു പോകേണ്ടതില്ല എന്ന ഒരു ഗുണം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇതിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെടുന്ന ആരും തന്നെ പോലീസിൽ പരാതിയുമായി നേരിട്ട് സമീപിച്ചിട്ടില്ല. ബാലാവകാശ കമ്മീഷന്റെയും അതുപോലെ വനിതാ കമ്മീഷന്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പോലീസ് അന്വേഷണങ്ങൾ മാത്രമാണ്. അതൊരു റിപ്പോർട്ട് സമർപ്പിക്കലൊക്കെ ആയി മാറലാണ് പതിവായി ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഇതൊരു FIR ഇട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതുപോലൊരു പരാതി സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിൽ ഒരു പരാതി ഇല്ലാത്തത് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വിശദീകരിക്കാനുള്ളത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിട്ട MLA-മാർ, ജയിലിൽ കടന്ന MLA-മാരുണ്ട്. M. വിൻസെന്റിനെയും അതുപോലെ എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ പോലുള്ള MLA-മാരുണ്ട്. അവർക്കെതിരെയൊന്നും പാർട്ടി അന്ന് നടപടിയെടുക്കാതിരിക്കുമ്പോൾ തന്നോട് കാണിക്കുന്നത് നീതികേടാണ് എന്ന വാദവും നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിക്കാൻ രാഹുൽ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സാജു. എന്നാൽ പോലും ഇപ്പൊ പ്രവർത്തകരുടെ കാര്യത്തിലുള്ള ഒരു കൺസേൺ ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞല്ലോ പ്രവർത്തകർ തല ഉനിക്കേണ്ടി വരില്ല എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചു പോയല്ലോ. അപ്പം അത് പ്രവർത്തകർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആഘാതം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവർ വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാടുകളിൽ അടുത്ത ഭരണമെങ്കിലും പിടിക്കണമെന്നൊക്കെ കരുതിയിട്ട് എങ്ങനെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പണിയെടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവർക്കുണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു തീരുമാനം, അത് രാജി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ടാവുന്ന മൈലേജ് എന്താണ്? തീർച്ചയായും അത്തരം 2-3 സാധ്യതകൾ ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ധന്യം ചോദിച്ച ചോദ്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത് ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ പാർട്ടിക്ക് എതിരായി പ്രതിഫലിക്കാതിരിക്കാനായി ഞങ്ങൾ CPM മുൻപ് സ്വീകരിച്ച പോലുള്ള സമീപനമല്ല ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസും നേരത്തെ കാണിച്ചിട്ടുള്ള മാതൃകകളല്ല. തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. പിന്നാലെ തെറ്റിന്റെ ഗൗരവം കൂടുതൽ ബോധ്യപ്പെട്ട ഉടൻ തന്നെ ഞങ്ങൾ MLA സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. അവിടെ കേസുണ്ട് എന്നുള്ള, കേസില്ല എന്നതടക്കമുള്ള സാങ്കേതികത്വ കാര്യങ്ങളിലേക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ കേരളത്തിന് മുന്നിൽ പുതിയ രാഷ്ട്രീയ മാതൃകയെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു മുന്നോട്ട് പോകാനുള്ള, അപ്പോൾ മുന്നോട്ട് പോയാൽ അത് തെരഞ്ഞെടുപ്പിൽ ചില ഗുണങ്ങൾ ചെയ്യും കോൺഗ്രസിന് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് നേതാക്കളുടെ മനസ്സിലുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ സമീപനം വളരെ ശക്തമായി എടുക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതിശക്തമായ സമീപനം കോൺഗ്രസും എടുക്കുന്നു എന്ന സന്ദേശം കൂടി നൽകാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും. മറ്റൊന്ന്, VD സതീശനെയും രമേശ് ചെന്നിത്തലയും പോലുള്ള നേതാക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ചിലരെങ്കിലും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നും പല വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയപ്പോൾ സംരക്ഷിച്ചവരാണ്. ആ തെറ്റ് അവർക്ക് തിരുത്തുകയും അവരുടെ പ്രതിച്ഛായയെ കൂടി മെച്ചപ്പെടുത്തുകയും ചെയ്യാമെന്ന ഗുണം കൂടിയുണ്ട്. പാർട്ടിക്കുള്ളിലും ആ പ്രതിച്ഛായ രക്ഷപ്പെടുത്താം. പ്രവർത്തകർക്കിടയിലും നാട്ടിലും കേരളത്തിൽ തന്നെ ആ രീതിയിൽ ഒരു വലിയ മാറ്റം ആ പാർട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഈ രാജി സമ്മർദ്ദം, ഇല്ലെങ്കിൽ രാജി തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ രാഹുലിന്റെ ഭാഗം കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. KR സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.